പ്രിയമുള്ളവരെ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചാണ്ടിയുമ്മനെ കുറിച്ച് വലിയൊരു ആരോപണമുണ്ടായിരുന്നു. ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിക്കൊപ്പം എത്തുന്നില്ല, ഉമ്മൻചാണ്ടിയെ പോലെയല്ല, പ്രവർത്തകർക്ക് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അദ്ദേഹത്തെ കാണുവാൻ പറ്റുന്നില്ല, സംസാരിക്കുവാൻ പറ്റുന്നില്ല, ഉമ്മൻചാണ്ടിയെ പോലെ അദ്ദേഹം ജനകീയനാകുന്നില്ല, പ്രവർത്തകരുമായിട്ട് ഇടപഴകുന്നില്ല. നേരത്തെ ഉമ്മൻചാണ്ടിയെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് വണ്ടിയിൽ, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ മിക്കപ്പോഴും ഒരു അരച്ചന്തിയിലൊക്കെ ആയിരിക്കും അദ്ദേഹം ഇരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ അദ്ദേഹം പോകുന്ന വണ്ടിയിൽ ഇടിച്ചിട്ട് കയറി അദ്ദേഹത്തോട് പോകുവാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്, അദ്ദേഹത്തോടൊത്ത് പോകാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വണ്ടിയിൽ ഇടിച്ചിട്ട് കയറി ഇരുന്നാലും അദ്ദേഹം ഒന്നും പറയാറില്ല. അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ വണ്ടിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്ന ഒരാളാണ്. അത്രമേൽ അദ്ദേഹത്തെ പ്രവർത്തകർക്ക് ഇഷ്ടമായിരുന്നു, പ്രവർത്തകർക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് പലപ്പോഴും. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴൊക്കെ വല്ലാത്തൊരു തിരക്കിലായിരിക്കും അദ്ദേഹം. ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണുന്നുണ്ടാകും. മിക്കപ്പോഴും അവരുടെ ക്ഷേമങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യ അന്വേഷിക്കുന്നുണ്ടാകും. അങ്ങനെ ആളുകളുടെ ഒരു തിരക്കിനിടയിൽ ജീവിച്ച ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം കമ്പയർ ചെയ്യുവാൻ ചാണ്ടി ഉമ്മനെ പറ്റുന്നില്ല എന്ന ഒരു പരാതി മിക്കപ്പോഴും ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. അത് പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരുന്നു അങ്ങനെ ഉണ്ടായത്. പ്രത്യേകിച്ചും ചാണ്ടി ഉമ്മന്റെ ചില നടപടികളും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലായിരുന്നു. പക്ഷേ നിലമ്പൂരിൽ ചാണ്ടി ഉമ്മൻ എത്തുന്നതോടുകൂടി സാഹചര്യങ്ങൾ ആകെ മാറുകയായിരുന്നു. 3000-ൽ അധികം വീടുകളിലാണ് ചാണ്ടി ഉമ്മൻ പര്യടനം നടത്തിയതെന്ന് പറയുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ ആ സ്പീഡും ചടുലതയും ഒക്കെ ചാണ്ടി ഉമ്മനിൽ ദർശിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ചാണ്ടി ഉമ്മന്റെ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഉമ്മൻചാണ്ടി സാർ തിരിച്ചു വരുന്നതായി മിക്കപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കറക്റ്റായിട്ട് ആർക്കാണ് ഒരു കാര്യം നടത്തി തരുവാൻ സാധിക്കുക എന്ന് അറിയാവുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിൽ പോകുമ്പോൾ ഒരു കാര്യമുണ്ട്. ആരെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ സന്ദർശിച്ചാൽ കൂടെ നിൽക്കുന്ന ആളുകളോട് ഉമ്മൻചാണ്ടി സാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അദ്ദേഹത്തിന്റെ അനുയായി വർഗത്തോട്. ഇതാരെ അപ്രോച്ച് ചെയ്താലാണ് ഈ കാര്യം നേടുക എന്ന് അദ്ദേഹം ചോദിക്കും. അപ്പോൾ അനുയായികളിലോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരിലോ ഒരാൾ പറയും ഇയാളെ വിളിച്ചാൽ സാർ ഈ കാര്യം നടക്കുമെന്ന് പറയും. അതുപോലെയാണ് ചാണ്ടി ഉമ്മൻ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് തോന്നി, അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് ഒരു പക്ഷേ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഗ്രാൻഡ് മുഫ്തി സുന്നി പണ്ഡിതൻ, പ്രത്യേകിച്ചും മിക്ക ഗൾഫ് രാജ്യങ്ങളിലെയും ഭരണത്തലവന്മാരുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധമുള്ള അദ്ദേഹം വിചാരിച്ചാൽ ഒരുപക്ഷെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്ന ഒരു തിരിച്ചറിവ് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ചാണ്ടി ഉമ്മനും ഉണ്ടായിരുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. അതാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന നടപടികളിലേക്ക് പോയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് വലിയ ചർച്ചയായിരുന്നു ഇത്. ആ ചർച്ച നടക്കുമ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ വരുമ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ചെയ്യാനുള്ളതൊക്കെയും ചെയ്തു കഴിഞ്ഞു, അവിടെ സർക്കാരില്ല, യമനിൽ എംബസി ഇല്ല, കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. കേരള സർക്കാരും ചെയ്യാൻ കഴിഞ്ഞതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു പോയ സമയത്താണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഉചിതമായ ഇടപെടൽ ഉണ്ടാകുന്നത്. യമനിലെ സർക്കാരും ഒപ്പം തലാലിൻ്റെ ബന്ധുക്കളുമൊക്കെ അവരുടെ പിടിവാശികളിൽ മാറ്റമുണ്ടാകുന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും തൽക്കാലം ഇപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ മാപ്പ് കൊടുത്ത് നിമിഷപ്രിയ മോചിതയാകാം എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ്. എന്തായാലും രണ്ടുപേരുടെയും ഇടപെടൽ, കാന്തപുരത്തിൻ്റെയും ഒപ്പം അദ്ദേഹത്തിനെ അതിനുവേണ്ടി അദ്ദേഹത്തോട് അപേക്ഷിച്ച ചാണ്ടി ഉമ്മൻ്റെയും ഇടപെടലുകൾ വലിയ രീതിയിൽ ഈ നിർണായകമായ ഘട്ടത്തിൽ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഉതകി എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ചില കോണുകളിൽ നിന്നൊക്കെ വരുന്ന ചില വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ചും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകൾ അല്ല, കേന്ദ്ര സർക്കാരിൻ്റെയും ഒപ്പം ഈ ഗവർണറുടെയും ഇടപെടലുകളാണ് നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് നയിക്കുന്നത് എന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ. അതൊട്ടും യാഥാർത്ഥ്യമുള്ളതല്ല. കാരണം ഈ യമനി സർക്കാരിൻ്റെ ഒക്കെ ഉത്തരവുകൾ ആദ്യം ലഭിക്കുന്നത് AP അബൂബക്കർ മുസ്ലിയാർക്കാണ്. മാത്രമല്ല നിമിഷപ്രിയയുടെ ഭർത്താവ് പറയുന്നുണ്ട് വളരെ ക്രിയാത്മകമായ ഇടപെടൽ AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്ന്. ഒപ്പം ചാണ്ടി ഉമ്മനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആദ്യം നന്ദി പറയുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വളരെ ക്രിയാത്മകമായിരുന്നു എന്ന് പറയാം. ഈ നിമിഷപ്രിയയുടെ സംഭവം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇത് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ, അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വലിയ ഒരു
ഉത്തേജനം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പഴയൊരു ഉമ്മൻചാണ്ടി അത് പ്രവർത്തകർക്കും ഒപ്പം കേരളത്തിലെ ജനങ്ങൾക്കും തിരിച്ചു കിട്ടുന്നു ചാണ്ടി ഉമ്മനിലൂടെ എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് മുന്നിലേക്ക് ഒരു വലിയ ആൾക്കൂട്ടം എത്തപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ പരാതികൾ കേൾക്കുവാനും പരിഹരിക്കപ്പെടുവാനും ചാണ്ടി ഉമ്മന് കഴിയും എന്ന കാര്യത്തിലും ശുഭപ്രതീക്ഷയാണുള്ളത്. കാരണം ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിറവേറ്റും എന്ന് തന്നെയാണ് മലയാളക്കരയുടെ പ്രതീക്ഷ. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഈ അടുത്ത സമയത്ത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ വലിയൊരു നിര തന്നെയുണ്ട്. നേതൃനിര ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി, അങ്ങനെയുള്ള വലിയ ഒരു യുവനിരയുണ്ട്. ആ യുവനിരയ്ക്ക് മുന്നിലേക്ക് ചാണ്ടി ഉമ്മൻ പെട്ടെന്ന് എത്തപ്പെടുകയാണ്. നേരത്തെ ഒന്ന് പിറകോട്ടായിരുന്ന ചാണ്ടി ഉമ്മൻ പെട്ടെന്ന് എത്തപ്പെടുകയാണ്. പരസ്പരമുള്ള സൗഹാർദ്ദപരമായ മത്സരം ആ പ്രസ്ഥാനത്തെയും മുന്നോട്ട് നയിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് എല്ലാം മറന്നുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഉതകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ജാതിയും മതവും വർണ്ണവും വർഗവും ഒക്കെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ മലയാളികളെ പറ്റി വിദേശത്തൊക്കെ പറയാറുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പറയാറുണ്ട്, മല്ലൂസ് അവരുടെ ഒരു ഐക്യം ദൃഢത ഒക്കെ വളരെ വലുതാണ്. പ്രശ്നങ്ങൾ എത്തുമ്പോൾ അവർ വളരെ വലിയ രീതിയിൽ ജാതിയും മതവും വർണ്ണവും വർഗവും ഒക്കെ മറന്ന് സഹായിക്കുന്നുവെന്ന്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2019 വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്തൊക്കെ അത് ഗൾഫിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു. അതൊക്കെ അനുഭവിച്ചതാണ്. മിക്കപ്പോഴും അവിടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള റെസ്റ്റോറൻറ്റുകളിലും ഗ്രോസറികളിലും ഒക്കെ ഒരു ദിവസത്തെ വരുമാനം അവർ കേരള സർക്കാരിന് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്ന ഒരു രീതി കണ്ടിട്ട് അവിടെയുള്ള ആളുകൾ, കാരണം അതൊന്നും അവർക്ക് പരിചിതമല്ല, നോർത്ത് ഇന്ത്യയിലൊന്നും അത് പരിചിതമല്ല. അവർ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ ഒക്കെ ഇങ്ങനെ തമ്മിൽ തെല്ലുന്ന ആളുകളാണ്. നമ്മുടെ ആ ഐക്യം കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതിനൊക്കെ ചെറിയ രീതിയിൽ വിഘാതങ്ങൾ കണ്ടു തുടങ്ങിയ സമയമാണ്. ആസൂത്രിതമായി പ്രത്യേകിച്ചും കേരള സ്റ്റോറി പോലെയുള്ള ചില സിനിമകളൊക്കെ നോർത്ത് ഇന്ത്യക്കാർക്ക് കേരളത്തെ പറ്റി മോശമായ ചിത്രങ്ങൾ നൽകുന്നതിന് ശ്രമിച്ചു. പ്രത്യേകിച്ചും സംഘപരിവാരം കേരളത്തിൻ്റെ മണ്ണ് വിഷലിപ്തമാക്കിക്കൊണ്ട് രാഷ്ട്രീയ അധികാരം നേടുന്നതിന് കുൽസിതമായ ശ്രമങ്ങൾ നടത്തുന്നു. അതിനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും AP അബൂബക്കർ മുസ്ലിയാരെ പോലുള്ള ഒരു സുഫീവര്യൻ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ ആവേശകരം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും റഹീമിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രസ്താവന കൂടി അവസരത്തിലുണ്ടാകുന്നു. റഹീമിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു. റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി സ്വരൂപിച്ച പൈസയിൽ ബാക്കിയുണ്ട്, ഇനി അത് നിമിഷപ്രിയയുടെ മോചനത്തിന് ആവശ്യമായ ധനം നൽകുന്നതിന് ആവശ്യമെങ്കിൽ ആ പണം നൽകാമെന്ന ഒരു പ്രസ്താവനയും ഇപ്പോൾ റഹീമിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒപ്പം ചാണ്ടി ഉമ്മനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിച്ചു നീങ്ങാം, അല്ലെങ്കിൽ ദിയാധനം ആവശ്യമാണെങ്കിൽ ആ ഫണ്ട് കണ്ടെത്തുവാൻ ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്തു നിന്നും പ്രവർത്തനം ഉണ്ടാകുമെന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നു. കേരളം സാഹോദര്യത്തിൻ്റെ നാടാണ് എന്ന ഒരു തത്വം ഒരിക്കൽ കൂടി അടിയുറയിട്ട് ഉറപ്പിക്കുകയാണ് ചാണ്ടി ഉമ്മനിലൂടെ. ഒപ്പം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നമ്മുടെ നാട് ഇങ്ങനെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ നിലനിർത്തുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ അടിത്തുറപ്പൻ പരിപാടിയായി വരുന്ന ആളുകളെ ഒക്കെ തിരിച്ചറിഞ്ഞ് അവരെ പ്രതിരോധിക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും മതമേതധ്യക്ഷന്മാർക്കും ഒക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.